എങ്ങനെയും വിജയിക്കാനുള്ള തത്രപ്പാടിലാണ് PV അൻവർ. അതിനായി പല നേതാക്കളെയും കാണാൻ അൻവർ നേരിട്ടെത്തുന്നുമുണ്ട്. ഇപ്പോഴിതാ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി PV അൻവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ജിഫ്രി തങ്ങളുടെ വീട്ടിലെത്തിയാണ് കണ്ടത്. പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് അൻവർ ജിഫ്രി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായും അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം PV അൻവറിന്റെ പ്രചരണത്തിനായി ക്രിക്കറ്റ് താരവും തൃണമൂൽ കോൺഗ്രസ് MP-യുമായ യൂസഫ് പത്താൻ നിലമ്പൂരിലെത്തിയത് ശ്രദ്ധേയമായിരുന്നു. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അൻവർ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുമെന്നാണ് യൂസഫ് പത്താൻ അന്ന് പറഞ്ഞത്. പത്താൻ ടർഫിൽ കുട്ടികൾക്കൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ കൂടിയതോടെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം അൻവറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം വീണ്ടും ആവേശഭരിതമായി. തൃണമൂലിന് കേരളത്തിൽ വളരാൻ കഴിയുമെന്ന് യൂസഫ് പത്താൻ പ്രതീക്ഷ പങ്കുവച്ചു. അൻവറിന് സ്വാധീനം ചെലുത്താനാകുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അൻവർ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുക മാത്രമല്ല, തിരഞ്ഞെടുപ്പ് രംഗത്തെ ഓപ്പണർ ആകുകയും മാൻ ഓഫ് ദി മാച്ച് ആകുകയും ചെയ്യുമെന്നാണ് പത്താൻ മറുപടി നൽകിയത്. ഇതിനിടയിൽ നിലമ്പൂരിൽ BJP വിജയിച്ചാൽ മറ്റുള്ളവർ 60 വർഷത്തിൽ ചെയ്യാത്തത് 7 മാസം കൊണ്ട് ചെയ്യുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വെല്ലുവിളിച്ചിരുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രി ക്യാൻസർ സ്പെഷ്യാലിറ്റി സെന്റർ ആക്കി ഉയർത്തും. കാലിക്കറ്റ് നിലമ്പൂർ കൂടല്ലൂർ ഹൈവേ 4 വരി പാതയാക്കി വികസിപ്പിക്കുമെന്നുമൊക്കെയാണ് അദ്ദേഹം വാക്കു നൽകിയിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ നിർമ്മാണം ആരംഭിക്കും. ഇത് LDF-ഉം UDF-ഉം നൽകുന്നത് പോലെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, മറിച്ച് 11 വർഷത്തെ പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണ്. വികസിത നിലമ്പൂർ യാഥാർത്ഥ്യമാകാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു. കോൺഗ്രസ് റീൽ പാർട്ടിയായി മാറി. പൂവും പിടിച്ച് റീൽ ചെയ്യുന്ന യൂത്ത് പാർട്ടി പിന്നിൽ ജമാഅത്തുമായി കൂട്ടുകൂടുന്നു. ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കണമെന്നാണ് BJP ആദ്യമേ സ്വീകരിച്ച നിലപാട്. ഉമ്മൻചാണ്ടിയും അത് മുൻപേ പറഞ്ഞതാണ്. വർഗീയത ഉപേക്ഷിച്ചെന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ് പറയേണ്ടത്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് വഴി മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അത് അപകടമാണ്. ജനങ്ങളെ വിഡ്ഢിയാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. പ്രീണന രാഷ്ട്രീയമാണ് അവർ ഉയർത്തുന്നത്. ജമ്മു കശ്മീരിൽ BJP-യെ ജമാഅത്ത് ഇസ്ലാമിയെ സഹായിച്ചെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം അദ്ദേഹം തള്ളി. മുഖ്യമന്ത്രിയുടേത് ആരോപണം മാത്രമാണ്. പ്രീണന രാഷ്ട്രീയം നടത്തുന്നത് LDF-ഉം UDF-ഉമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ഏതായാലും കേരളം ഈ അടുത്ത കാലത്തു കാണാത്ത പൊരിഞ്ഞ പോരാട്ടമാണ് ഇത്തവണ നിലമ്പൂരിൽ അരങ്ങേറാൻ പോകുന്നത്.